എല്ലാവർക്കും കറണ്ട് അഫയേഴ്സിന്റെ മോക്ക് ടെസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട നിയമനങ്ങളുടെ അടുത്തിടെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട നിയമനങ്ങളുടെ മോക്ക് ടെസ്റ്റ് ആണ്. അപ്പം അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കണം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, കേരളത്തിന്റെ 23ാമത് ഗവർണറായി ചുമതലയേറ്റതാരാണ്? കേരളത്തിന്റെ 23ാമത് ഗവർണറായി ചുമതലയേറ്റതാരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ആണ് കേട്ടോ. അപ്പൊ കേരളത്തിന്റെ നിലവിലെ 23ാമത് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. 2025 ഇദ്ദേഹം അപ്പോയിന്റ്മെന്റ് ആയത്, നിയമിതനായത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി നിയമിതനായതാരാണ്? കേരളത്തിന്റെ 13ാമത്, നോട്ട് ചെയ്തോണേ, കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി നിയമിതനായതാരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വി ഡി സതീശൻ ആണ് കേട്ടോ. അപ്പൊ കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രി ആരാണ്? വി ഡി സതീശൻ ആണ്. അതുപോലെ തന്നെ വി ഡി സതീശൻ, മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ പ്രതിനിധാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലം ഏതാന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. പറവൂർ നിയമസഭാ മണ്ഡലമാണ് കേട്ടോ. ആണ് കേട്ടോ, പഠിച്ചു വെക്കണം. നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശന്റെ നിയമസഭാ മണ്ഡലം ഏതാണ്? പറവൂർ നിയമസഭാ മണ്ഡലമാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ കൈകാര്യം ചെയ്യുന്ന പ്രധാന വകുപ്പുകൾ ഏതൊക്കെയാണ്? ധനകാര്യ വകുപ്പ്, തുറമുഖ വകുപ്പുകളൊക്കെയാണ് കേട്ടോ. അപ്പൊ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചോണം. ഇനി അടുത്ത ചോദ്യം, 16ാമത് കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? 16ാമത് കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണ് കേട്ടോ. അപ്പൊ 16ാമത് കേട്ടോ, നോട്ട് ചെയ്തോണേ, 16ാമത് കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതുപോലെ തന്നെ സ്പീക്കർ ആയിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതിനിധാനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ഏതാണെന്ന് പരീക്ഷ ചോദിക്കാം. കോട്ടയം നിയമസഭാ മണ്ഡലമാണ് കേട്ടോ. അപ്പൊ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിയമസഭാ മണ്ഡലം ഏതാണ്? കോട്ടയം നിയമസഭാ മണ്ഡലം. പഠിച്ചു വെക്കണം. 16ാമത് കേരള നിയമസഭയുടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം കോട്ടയം നിയമസഭാ മണ്ഡലം. ഇനി അടുത്ത ചോദ്യം, 16ാമത് കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 16ാമത് കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഷാനിമോൾ ഉസ്മാൻ ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. നിലവിലെ 16ാമത് കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഷാനിമോൾ ഉസ്മാൻ ആണ് കേട്ടോ. ഷാനിമോൾ ഉസ്മാൻ ആണ്. ഷാനിമോൾ ഉസ്മാൻ പ്രതിനിധാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലം അരൂരാണ് കേട്ടോ. ആലപ്പുഴ ജില്ലയിലെ അരൂർ നിയമസഭാ മണ്ഡലമാണ്. അടുത്ത ചോദ്യം, 16ാമത് കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കർ ആരായിരുന്നു? ഇപ്പൊ 16ാമത് കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കർ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ജി സുധാകരൻ ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. 16ാമത് കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കർ ആരായിരുന്നു? ജി സുധാകരൻ ആണ് കേട്ടോ. അതുപോലെ തന്നെ ജി സുധാകരന്റെ നിയമസഭാ മണ്ഡലം അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലമാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. 16ാമത് കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കർ ആരായിരുന്നു? ജി സുധാകരൻ. 16ാമത് കേരള നിയമസഭയുടെ ചീഫ് വിപ്പായി നിയമിതനായത് ആരാണ്? നോട്ട് ചെയ്തോണേ. 16ാമത് കേരള നിയമസഭയുടെ ചീഫ് വിപ്പ് ആയി നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അപ്പു ജോൺ ജോസഫ് ആണ് കേട്ടോ. അപ്പു ജോൺ ജോസഫ് ആണ്. പഠിച്ചു വെക്കണം. 16ാമത് കേരള നിയമസഭയുടെ ചീഫ് വിപ്പായി നിയമിതനായത് അപ്പു ജോൺ ജോസഫ് ആണ്. അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം തൊടുപുഴ നിയമസഭാ മണ്ഡലമാണ്. ഇനി 16ാമത് കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ്? 16ാമത് കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പിണറായി വിജയനാണ് കേട്ടോ. പിണറായി വിജയനാണ്. അപ്പൊ പഠിച്ചു നോക്കണേ. 16ാമത് കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ നിയമസഭാ മണ്ഡലം ധർമ്മടം നിയമസഭാ മണ്ഡലമാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഡോക്ടർ എ കൗശികൻ ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. കേരളത്തിലെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ്? ഡോക്ടർ എ കൗശികൻ. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ആൻസർ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേട്ടോ. അപ്പൊ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. കേരളത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? പറയാമോ ആർക്കെങ്കിലും? കേരളത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിശ്വനാഥ സിൻഹയാണ് കേട്ടോ. വിശ്വനാഥ സിൻഹയാണ്.
പഠിച്ചു വെക്കണം. ജയതിലകിന്റെ ഇത് കാലാവധി കഴിഞ്ഞിരുന്നു. അപ്പം ഈ കഴിഞ്ഞ മാസം എന്താണ് വിശ്വനാഥ് സിൻഹ അപ്പോയിന്റ്മെന്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കേരളത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? വിശ്വനാഥ് സിൻഹയാണ് കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിന്റെ നിലവിലെ DGP ആരാണ്? കേരളത്തിന്റെ നിലവിലെ DGP ആരാണ്? റവാഡ ചന്ദ്രശേഖറാണ്. കേരളത്തിന്റെ നിലവിലെ DGP റവാഡ ചന്ദ്രശേഖറാണ്. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ആണ്. നമുക്ക് തന്നെ അറിയാം, രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു വയോജന കമ്മീഷൻ നമ്മുടെ കേരളത്തിൽ വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്. കേരള ഹൈക്കോടതിയുടെ നിലവിലെ 40ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയുടെ നിലവിലെ 40ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻസൺ ആണ് കേട്ടോ. ജസ്റ്റിസ് സൗമൻസൺ ആണ്. പഠിച്ചു വെക്കണേ, പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കാറുള്ളതാണ്. അപ്പൊ നിലവിലെ കേരള ഹൈക്കോടതിയുടെ നിലവിലെ 40ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻസൺ ആണ്. ജസ്റ്റിസ് സൗമൻസൺ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, PK കുഞ്ഞാലിക്കുട്ടിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയാണ്. പഠിച്ചു വെക്കണം, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് AI വകുപ്പ് വരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു സംസ്ഥാനത്തിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI വകുപ്പ് മന്ത്രി ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ് കേട്ടോ. അപ്പം PK കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? വ്യവസായ വകുപ്പും IT വകുപ്പും പിന്നെ അതോടൊപ്പം തന്നെ AI വകുപ്പ് കൂടാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വകുപ്പ് കൂടാണ്. അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് മലപ്പുറം നിയമസഭാ മണ്ഡലമാണ്. PK കുഞ്ഞാലിക്കുട്ടിയുടെ നിയമസഭാ മണ്ഡലം. അടുത്ത ചോദ്യം, കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതാരാണ്? കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതാരാണ്? DK ശിവകുമാറാണ് കേട്ടോ. അപ്പൊ കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? DK ശിവകുമാറാണ്. തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിതനായതാരാണ്? തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിതനായത് ആരാണ്? ആൻസർ എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ സി ആണ്, C ജോസഫ് വിജയ് ആണ്. വിജയുടെ മുഴുവൻ പേര് പറഞ്ഞിരിക്കണം, C ജോസഫ് വിജയ് എന്നാണ് കേട്ടോ. C ജോസഫ് വിജയ് ആണ്. അടുത്ത ചോദ്യം, അസമിന്റെ മുഖ്യമന്ത്രി ആരാണ്? നിലവിലെ അസമിന്റെ മുഖ്യമന്ത്രിയായി നിയമിതനായത് ആരാണ്? നിലവിലെ അസമിന്റെ മുഖ്യമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഹിമന്ത വിശ്വ ശർമ്മയാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, അസമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമ്മ. വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? പശ്ചിമ ബംഗാളിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ആൻസർ ആരാണ്? ഓപ്ഷൻ ബി ആണ്, സുവേന്ദു അധികാരിയാണ് കേട്ടോ. പഠിച്ചു വെക്കണം, പശ്ചിമ ബംഗാളിന്റെ പുതിയ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. പുതുച്ചേരിയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, N രംഗസ്വാമിയാണ് കേട്ടോ. പഠിച്ചു വെക്കണം, പുതുച്ചേരിയുടെ മുഖ്യമന്ത്രി ആരാണ്? പുതിയ മുഖ്യമന്ത്രി N രംഗസ്വാമിയാണ്. N രംഗസ്വാമി. മണിപ്പൂരിന്റെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിതനായത് ആരാണ്? മണിപ്പൂരിന്റെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, യൂനോം ഖേംചന്ദ് സിംഗ് ആണ് കേട്ടോ. അപ്പൊ മണിപ്പൂരിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? യൂനോം ഖേംചന്ദ് സിംഗ് ആണ്. യൂനോം ഖേംചന്ദ് സിംഗ്. ഇനി ബീഹാറിന്റെ മുഖ്യമന്ത്രി ആരാണ്? നിലവിലെ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി നിയമിതൻ ആയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സാമ്രാട്ട് ചൗധരിയാണ് കേട്ടോ. അപ്പൊ ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? സാമ്രാട്ട് ചൗധരിയാണ്. അപ്പൊ ഇത്രയും മുഖ്യമന്ത്രിമാരുടെ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ തൊട്ടയൽവക്കത്തെ സംസ്ഥാനങ്ങളിലെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കും. അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ കാര്യം നിങ്ങൾക്ക് മുമ്പിൽ പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം. അപ്പോൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയുള്ള ലൈവ് ക്ലാസ്സസ് ആണ്. നമ്മൾ ടെലഗ്രാമിലും വാട്സപ്പിലുമായിട്ടാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതാണ് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് ആണ്. അതായത് നമ്മൾ എടുത്ത ക്ലാസ്സുകളുടെ എല്ലാ റെക്കോർഡഡ് സെക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സിന്റെ PDF നോട്ട്സ് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ റിവിഷൻ ഓറിയന്റഡ് ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും അതോടൊപ്പം തന്നെ 2025 ജനുവരി മുതൽ 2026 മെയ് മാസം വരെയുള്ള മുഴുവൻ കറണ്ട് അഫയേഴ്സും നമ്മൾ ക്ലാസ്സുകളായിട്ടും അതോടൊപ്പം തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സിന്റെ നോട്ടായിട്ടും നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന്റെ ഒരു കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ വരെയായിരിക്കും ഡ്യൂറേഷൻ വരുന്നത്. അതോടൊപ്പം തന്നെ
ഇന്ന് അടുത്ത വർഷം നടക്കാൻ പോകുന്ന LDC 2027 എക്സാംസിനും വളരെ ഉപകാരപ്രദമാകുന്ന മെറ്റീരിയൽസ് ആയിരിക്കും നമ്മുടെ നോട്ടുകളെല്ലാം. കാരണം എന്താണ്, നമ്മൾ 2025 മുതലുള്ള മന്ത്ലി 2025 ജനുവരി മുതൽ 2026 മെയ് വരെയുള്ള കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സിന് നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതെല്ലാം നിങ്ങൾക്ക് ഭാവിയിലായാലും യൂസ്ഫുൾ ആവുന്ന കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ 81 299 339 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ ആയിക്കോട്ടെ, BFA ആയിക്കോട്ടെ, പ്രിലിംസ് ആയിക്കോട്ടെ, എല്ലാ പരീക്ഷകൾക്കും 10ഉം 20 മാർക്കുമാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരുന്നതാണ് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതി ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ബി ആണ്, ദ്രൗപദി മുർമു ആണ് കേട്ടോ. അപ്പം ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. ദ്രൗപദി മുർമുവിനെ കുറിച്ച് പറയുവാണ്, അവര് ദ്രൗപദി മുർമു ഒഡീഷ സ്വദേശിനിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷ സ്വദേശിനിയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാവുന്ന രണ്ടാമത്തെ വനിതയാണ് ദ്രൗപദി മുർമു. അതുപോലെ തന്നെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ആദ്യ ഗോത്രവർഗക്കാരിയാണ് ദ്രൗപദി മുർമു. ക്ലിയർ ആണേ? ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ പ്രസിഡന്റായ ദ്രൗപദി മുർമു ഏത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടയാളാണ്? നിങ്ങൾക്ക് ഒരു മാർക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ എന്താണ്, ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ പ്രസിഡന്റായ ദ്രൗപദി മുർമു ഏത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടയാളാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സാന്താലി ആദിവാസി ഗോത്രത്തിൽപ്പെട്ടയാളാണ് കേട്ടോ. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ പ്രസിഡന്റും അതുപോലെ തന്നെ ആദ്യ ഗോത്രവർഗക്കാരിയുമായിട്ടുള്ള ദ്രൗപദി മുർമു ഏത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടയാളാണ്? സന്താലി ആദിവാസി വിഭാഗത്തിൽപ്പെട്ടയാളാണ് ദ്രൗപദി മുർമു. ഒഡീഷ സ്വദേശിനിയാണ് കേട്ടോ. ക്ലിയർ ആണേ? അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബർ 12 മുതൽ ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റതാരാണ്? 2025 സെപ്റ്റംബർ 12 മുതൽ ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റതാരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, CP രാധാകൃഷ്ണൻ ആണ് കേട്ടോ. അപ്പൊ നിലവിലെ 15ാമത് ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണൻ ആണ് കേട്ടോ. ഈ CP രാധാകൃഷ്ണൻ തമിഴ്നാട് സ്വദേശിയാണ്. CP രാധാകൃഷ്ണൻ അതോടൊപ്പം തന്നെ അദ്ദേഹം 2 വട്ടം കോയമ്പത്തൂരിൽ നിന്ന് ലോകസഭാ അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തെ കുറിച്ച് പറയുവാണ്, ഇദ്ദേഹം തെരഞ്ഞെടുപ്പിലൂടെയാണ് ഉപരാഷ്ട്രപതിയായത്. ഇദ്ദേഹത്തിന് ഓപ്പോസിറ്റായിട്ട് മത്സരിച്ച ആളുടെ പേര് B സുദർശൻ റെഡ്ഡിയാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയാണ് CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി ആയത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം, ഇന്ത്യയുടെ നിലവിലെ 15ാമത് ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ, ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം, 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ഇനി 52ാമത് ഈ ഒരു റീസെന്റ് ആയിട്ട് നടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചാണ്, 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BR ഗവായി ആണ് കേട്ടോ. അതുകൊണ്ട് അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം, 18ാമത് ലോകസഭയുടെ സ്പീക്കർ ആരാണ്? 18ാം ലോകസഭയുടെ സ്പീക്കർ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഓം ബിർളയാണ് കേട്ടോ. 18ാമത് ലോകസഭയുടെ സ്പീക്കർ ഓം ബിർള. ലോകസഭയിലെ നിലവിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? ലോകസഭയിലെ നിലവിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, രാഹുൽ ഗാന്ധിയാണ് കേട്ടോ. അപ്പൊ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ഇനി രാജ്യസഭയിലെ നിലവിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? മല്ലികാർജുൻ ഖാർഗെ ആണ് കേട്ടോ. അപ്പം രാജ്യസഭയിലെ നിലവിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ ആണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലവിലെ INC പ്രസിഡന്റ് കൂടിയാണ് മല്ലികാർജുൻ ഖാർഗെ. രാജ്യസഭയുടെ പുതിയ സഭാ നേതാവ് ആരാണ്? അഥവാ ലീഡർ ഓഫ് ദ ഹൗസ് ആരാണ്? പരീക്ഷയ്ക്ക് ചോദിക്കുവേ, രാജ്യസഭയുടെ പുതിയ സഭാ നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, JP നദ്ദയാണ് കേട്ടോ. അപ്പൊ രാജ്യസഭയുടെ പുതിയ സഭാ നേതാവ് JP നദ്ദയാണ്. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ജ്ഞാനേഷ് കുമാർ ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ, ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. അപ്പൊ ജ്ഞാനേഷ് കുമാറിനെ കുറിച്ച് പറയുവാണെങ്കിൽ SIR നടപ്പിലാക്കിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂടിയാണ് ജ്ഞാനേഷ് കുമാർ. അതുപോലെ തന്നെ ഇംപീച്ച്മെന്റിന് വിധേയമായിട്ടുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂടിയാണ് ജ്ഞാനേഷ് കുമാർ. ക്ലിയർ ആണേ? അടുത്ത ചോദ്യം,
ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വി രാമസുബ്രഹ്മണ്യനാണ് കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRCയുടെ ചെയർമാൻ ആരാണ്? നിലവിലെ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? രാജ്കുമാർ ഗോയലാണ് കേട്ടോ. അപ്പൊ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ പുതിയ ചെയർമാൻ രാജ്കുമാർ ഗോയലാണ് കേട്ടോ. രാജ്കുമാർ ഗോയലാണ്, അഥവാ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് നിലവിലെ രാജ്കുമാർ ഗോയൽ കേട്ടോ. അടുത്ത ചോദ്യം, ദേശീയ വിവരാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? അപ്പൊ എന്താണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ അംഗമായ നിലവിലെ അംഗമായിട്ടുള്ള മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, PR രമേശ് ആണ് കേട്ടോ. അപ്പൊ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? PR രമേശ് ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ ആരാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വിജയ കിഷോർ രാഹത്കർ ആണ് കേട്ടോ. അപ്പൊ ദേശീയ വനിതാ കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ ആരാണ്? വിജയ കിഷോർ രാഹത്കർ ആണ്. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ ആരാണ്? ദേശീയ ബാലാവകാശ കമ്മീഷൻ കേട്ടോ. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വാലറ്റി പ്രേംചന്ദ് ആണ് കേട്ടോ. പഠിച്ചു വെക്കണം. നിലവിലെ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ വാലറ്റി പ്രേംചന്ദ് ആണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ അഥവാ OBC കമ്മീഷനാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? സാധ്വി നിരഞ്ജൻ ജ്യോതിയാണ് കേട്ടോ. പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? സാധ്വി നിരഞ്ജൻ ജ്യോതിയാണ്. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ RBIയുടെ 26ാമത് ഗവർണറായി നിയമിതനായത് ആരാണ്? RBIയുടെ 26ാമത് ഗവർണറായി നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. പഠിച്ചു വെക്കണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ RBIയുടെ 26ാമത് ഗവർണറായി നിയമിതനായത് സഞ്ജയ് മൽഹോത്രയാണ്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗിരിയാണ് കേട്ടോ. പഠിച്ചു വെക്കണം. ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗിരിയ. നീതി ആയോഗിന്റെ നിലവിലെ CEO ആരാണ്? നീതി ആയോഗിന്റെ നിലവിലെ CEO ആരാണ്? നീതി ചിബ്ബർ ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. നീതി ആയോഗിന്റെ നിലവിലെ CEO ആരാണ്? നീതി ചിബ്ബർ ആണ്. നീതി ചിബ്ബറിന്റെ അധിക ചുമതല എന്ന വിഭാഗത്തിലാണ് അവർക്ക് ഈ ഒരു നിയമനം ലഭിച്ചത് കേട്ടോ. അപ്പൊ നീതി ആയോഗിന്റെ നിലവിലെ CEO ആരാണ്? നീതി ചിബ്ബർ ആണ്. മറ്റൊരു ചോദ്യം, നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാണ്? വൈസ് ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിക്കാം. അഥവാ ഉപാധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷൻ അശോക് കുമാർ ലാഹിരിയാണ് കേട്ടോ. അടുത്ത ചോദ്യം, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബിയുടെ പുതിയ ചെയർപേഴ്സൺ ആരാണ്? സെബിയുടെ പുതിയ ചെയർപേഴ്സൺ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ ആണ് കേട്ടോ. തുഹിൻ കാന്ത പാണ്ഡെ. അടുത്ത ചോദ്യം, മുഖ്യമന്ത്രി VD സതീശൻ ഏത് നിയമസഭാ മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? മുഖ്യമന്ത്രി VD സതീശൻ ഏത് നിയമസഭാ മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, പറവൂർ നിയമസഭാ മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അടുത്ത ചോദ്യം, വ്യവസായം, IT, മൈനിങ്സ് ആൻഡ് ജിയോളജി എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി ആരാണ്? ചോദ്യം ഒന്നുകൂടെ വായിക്കാം. വ്യവസായം, IT, മൈനിങ് ആൻഡ് ജിയോളജി എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, PK കുഞ്ഞാലിക്കുട്ടിയാണ് കേട്ടോ. നമ്മൾ കുറച്ചു മുമ്പേ പഠിച്ചാണ്. കേരളത്തിലെ ആദ്യ AI വകുപ്പ് മന്ത്രി കൂടിയാണ് PK കുഞ്ഞാലിക്കുട്ടി. ഇദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം മലപ്പുറം നിയമസഭാ മണ്ഡലമാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. രമേശ് ചെന്നിത്തലയുടെ കൈവശമുള്ള പ്രധാന വകുപ്പുകൾ ഏതെല്ലാമാണ് ചോദിച്ചിട്ടുള്ളത്? രമേശ് ചെന്നിത്തലയുടെ കൈവശമുള്ളത്. അപ്പൊ രമേശ് ചെന്നിത്തല നമുക്കറിയാം, ഓപ്പറേഷൻ തൂഫാനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ അടുത്ത കാലത്ത്. അപ്പോൾ പഠിച്ചു നോക്കണം. ആഭ്യന്തരം, വിജിലൻസ്, കയർ വികസനമാണ് കേട്ടോ. ആഭ്യന്തരം, വിജിലൻസ്, കയർ വികസനം പഠിച്ചു നോക്കണം. നിലവിലെ ആഭ്യന്തരം, വിജിലൻസ്, കയർ വികസന വകുപ്പ് മന്ത്രിയാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയുടെ നിയമസഭാ മണ്ഡലമാണ് ഹരിപ്പാട് നിയമസഭാ മണ്ഡലം. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, നിലവിലെ ആരോഗ്യം, ദേവസ്വം എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി ആരാണ്? K മുരളീധരനാണ് കേട്ടോ. പഠിച്ചു വെക്കണം. നിലവിലെ ആരോഗ്യം, ദേവസ്വം എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി ആരാണ്? K മുരളീധരൻ. അപ്പൊ നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി, ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയാണ് K മുരളീധരൻ. K മുരളീധരന്റെ നിയമസഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലമാണ് കേട്ടോ. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം.
അടുത്ത ചോദ്യം, വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള മന്ത്രിയായ AP അനിൽകുമാറിന് നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? ചോദ്യം ഒന്നുകൂടെ വായിക്കാം. വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള മന്ത്രിയായിട്ടുള്ള AP അനിൽകുമാറിന് നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി ആണ്, റവന്യൂ ലാൻഡ് സർവേ ആണ് കേട്ടോ. റവന്യൂ ലാൻഡ് സർവേ. അപ്പം പഠിച്ചു വെക്കണം, നിലവിലെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് AP അനിൽകുമാർ. അടുത്ത ചോദ്യം, ഷിബു ബേബി ജോണിൽ ലഭിച്ചിരിക്കുന്ന വകുപ്പുകൾ ഏതെല്ലാമാണ്? ഷിബു ബേബി ജോൺ കേട്ടോ. ഷിബു ബേബി ജോൺ അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ചവറയാണ് കേട്ടോ. ചവറ നിയമസഭാ മണ്ഡലത്തിലെ MLA ആണ് ഷിബു ബേബി ജോൺ. അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? വനം, വന്യജീവി സംരക്ഷണം, നൈപുണ്യ വികസനം. പഠിച്ചു വെക്കണം, നിലവിലെ വനം, വന്യജീവി സംരക്ഷണ, നൈപുണ്യ വികസന വകുപ്പ് മന്ത്രിയാണ് ഷിബു ബേബി ജോൺ. അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ചവറ നിയമസഭാ മണ്ഡലമാണ്. അടുത്ത ചോദ്യം, ടൂറിസം, സാംസ്കാരികം, സിനിമ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? അപ്പൊ നിലവിലെ ടൂറിസം, സാംസ്കാരികം, സിനിമ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, PC വിഷ്ണുനാഥ് ആണ് കേട്ടോ. PC വിഷ്ണുനാഥ്. താഴെ പറയുന്നവരിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ഈ തന്നിരിക്കുന്നവരിൽ ആൻസർ ഓപ്ഷൻ ഡി ആണ്, N ഷംസുദ്ദീൻ ആണ് കേട്ടോ. N ഷംസുദ്ദീൻ ആണ്. പഠിച്ചു വെക്കണം, നിലവിലെ കേരളത്തിലെ നിലവിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് N ഷംസുദ്ദീൻ. N ഷംസുദ്ദീന്റെ നിയമസഭാ മണ്ഡലം മണ്ണാർക്കാട് നിയമസഭാ മണ്ഡലമാണ് കേട്ടോ. അടുത്ത ചോദ്യം, പിറവം നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള മന്ത്രിയായ അനൂപ് ജേക്കബ് ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? ചോദ്യം ഒന്നുകൂടെ പറയാം. പിറവം നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള മന്ത്രിയായ അനൂപ് ജേക്കബ് ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യം ലീഗൽ മെട്രോളജി വകുപ്പാണ് കേട്ടോ. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രിയാണ് അനൂപ് ജേക്കബ്. കൃഷി, മണ്ണ് സംരക്ഷണം, വികസനം എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി ആരാണ്? കൃഷി, മണ്ണ് സംരക്ഷണം, വികസനം എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, T സിദ്ദിഖാണ് കേട്ടോ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, നിലവിലെ കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? T സിദ്ദിഖാണ്. അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ഏതാണ്? കൽപ്പറ്റ നിയമസഭാ മണ്ഡലമാണ്. അടുത്ത ചോദ്യം, നിലവിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, KA തുളസിയാണ് കേട്ടോ. KA തുളസിയാണ്. പഠിച്ചു വെക്കണം, നിലവിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? KA തുളസിയാണ്. KA തുളസിയുടെ നിയമസഭാ മണ്ഡലം കോങ്ങാട് നിയമസഭാ മണ്ഡലമാണ്. അടുത്ത ചോദ്യം, നിലവിലെ തൊഴിൽ, വനിതാ ശിശുക്ഷേമം, ക്ഷീരവികസനം വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ തൊഴിൽ, വനിതാ ശിശുക്ഷേമം, ക്ഷീരവികസന വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ബിന്ദു കൃഷ്ണയാണ് കേട്ടോ. അപ്പൊ നിലവിലെ തൊഴിൽ, വനിതാ ശിശുക്ഷേമം, ക്ഷീരവികസന വകുപ്പ് മന്ത്രി ആരാണ്? ബിന്ദു കൃഷ്ണയാണ്. ബിന്ദു കൃഷ്ണയുടെ നിയമസഭാ മണ്ഡലം കൊല്ലം നിയമസഭാ മണ്ഡലമാണ്. ക്ലിയർ ആണ്? അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഇനി ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ മാക്സിമം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയണ്ടല്ലോ. ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യണം കേട്ടോ. ഹൈപ്പ് ചെയ്തും ബാക്കിയുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തുകൂടെ ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആത്മാർത്ഥമായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ രണ്ട് ദിവസം കൂടി ഇരിക്കുമ്പോൾ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം പുതിയൊരു ക്ലാസ്സുമായിട്ട് വരുന്നവരേക്കും, ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു.